വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 2 തീയതി ഫെബ്രുവരി മാസം 2026 രാവിലെ 8:05 ആയിട്ടുണ്ട്. നമ്മുടെ വീക്ക്ലി ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ടാണ്. കണ്ടിന്യൂഷൻ ചാർട്ടാണ് ഫ്യൂച്ചറിന്റെ. 810 810 എന്ന് പറഞ്ഞ ലെവല് വീക്ക്ലി സപ്പോർട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെ വന്ന് അവിടെ തന്നെ 810 തന്നെയാണ് ക്ലോസ് ചെയ്തത്. 810 തന്നെയാണ് ഇന്നലെ ബഡ്ജറ്റ് ദിവസമായിട്ട് ഞായറാഴ്ച നമ്മൾ കണ്ടത്, ക്ലോസ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ ലൈവ് ഡിസ്കഷനൊക്കെ പറ്റുന്ന ദിവസങ്ങളിൽ നമ്മുടെ ട്രെയിനിങ് നമ്മുടെ ചാനലുണ്ട്, ടെലഗ്രാം ചാനലിൽ. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പറ്റുന്ന ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിനകത്തൊരു അക്യൂറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 85% അക്യൂറസി നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു ചില സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പിന്നെ ഡിസിപ്ലിൻ, വീണ്ടും നമ്മൾ പറയുകയാണ്, നമ്മൾ ഡിസിപ്ലിനായിട്ട് ഞാൻ ഒരു ട്രേഡ് മാക്സിമം പോയാൽ 2 ട്രേഡ്, അതിൽ കൂടുതൽ ട്രേഡുകൾ എടുക്കാറില്ല. ഇൻട്രാഡേ F&O പ്ലെയർ ആണ്. വേറെ ഒരു കാര്യവും കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആയാൽ ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റില്ല. ചാടി ഇപ്പൊ ഞാൻ ഇന്ന് പോയിന്റ് ഓഫ് കൺട്രോൾ പറഞ്ഞു, ഇത് കുറെ ദിവസം വർക്കായി. പെട്ടെന്ന് വേറൊരു കാര്യം പറയട്ടെ, പിന്നെ അവിടെ പോയി, അവിടെ ആദ്യ ദിവസം വർക്കായില്ല, പിന്നെ അത് വിട്ടു, പിന്നെ വേറൊരു ദിവസം വേറൊരാളുടെ അടുത്ത് പോയി. അപ്പൊ പുള്ളി ഫെബിനാച്ചി പറയുന്നു, ഇങ്ങനെ ചാടി നിന്ന് കഴിഞ്ഞാൽ ഇതിനെയാണ് പറയുന്നത് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ട്രേഡറാണ്, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് ഒരു മൈൻഡ് ചഞ്ചലപ്പെടുകയാണ്, ഒരു സ്ഥലത്ത് ഫോക്കസ്ഡ് ആയിട്ടില്ല. നമ്മൾ എത്ര മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് നമ്മൾ ഈ പോയിന്റ് ഓഫ് കൺട്രോളിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് പലരും ഈ പോയിന്റ് ഓഫ് കൺട്രോൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആലോചിക്കുന്നല്ല. ഇത് ഏതൊക്കെ സ്ട്രൈക്കിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ട്രേഡിംഗ് ഡേ അല്ലെങ്കിൽ ഒരു 15 ട്രേഡിംഗ് ഡേ നിങ്ങൾ നോക്കി നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ വലിയൊരു സക്സസ്സിലോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഈ പോയിന്റ് ഓഫ് കൺട്രോളിൽ അക്സെപ്റ്റൻസോ പോയിന്റ് ഓഫ് കൺട്രോളിൽ സപ്പോർട്ടോ റെസിസ്റ്റൻറ്റോ കിട്ടുകയാണെങ്കിൽ ഇത് എതുവരെ പോകുന്നു അത് നിങ്ങൾ അനലൈസ് ചെയ്യണം. എത്ര പോയിന്റ് ഇത് ട്രാവൽ ചെയ്യുന്നു അതൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾ ആദ്യം ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ 45 ദിവസമെങ്കിലും നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് ഡയറിയിലോ എവിടെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സക്സസ് റേഷ്യോ കിട്ടും. ഒരു സ്ട്രാറ്റജിയിൽ, ഒരു സെറ്റപ്പിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഇത് ലെവൽ ഇതൊക്കെയാണ്. ഈ ലെവൽ നിങ്ങൾ നോട്ട് ചെയ്യുക. 122 രൂപ ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ടും പോയിന്റ് ഓഫ് കൺട്രോളും ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പെട്ടെന്നൊരു സമയം, ഒരു 1-2 മിനിറ്റിന് സമയം കിട്ടും, വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബിൽ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇടുന്നത്. അതുകൊണ്ട് തന്നെ 122 പോയിന്റ് ഓഫ് കൺട്രോൾ നിങ്ങൾ നോക്കുക. ഇതാണ് ട്രേഡിംഗ് ലെവൽസ്. പിന്നെ ഒരു സപ്പോർട്ട് 65 എന്ന് പറയുന്ന പ്രൈസ് ലെവലിൽ കാണുന്നുണ്ട്. 65 റുപ്പീസ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ലെവലിൽ കാണുന്നുണ്ട്. പിന്നെ 178 എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു കാൽക്കുലേഷന്റെ കാര്യമാണ്. ഓപ്ഷൻ ചെയിനും മാർക്കറ്റ് പ്രൊഫൈലും അതിന്റെ നുവാൻസസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജിയുമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡുകൾ എൻ്റർ ചെയ്യുക. നല്ലൊരു ആഴ്ച നേരുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.